എന്താണ് ഈ വണ്ടി നമ്മൾ ചെയ്ത് വെച്ചിരിക്കണേ? ടൈം ഡെലിവറി ടൈം ഏകദേശം രാത്രിയായി. 8 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. എന്താണിത്? ലൈറ്റിന്റെ ഒരു ലോകം. വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നത് പുതിയ മുകളിൽ സബ്ബുകളാണ് കൊടുക്കുന്നത്. നമ്മുടെ ഓൺ സബ്ബാണ് വന്നത്. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിയാസ് ഓഡിയോയിലാണ്, നമ്മളെ ഷിയാസ് ഖാൻ്റെ അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് ബാക്കിൽ നമ്മൾ അപ്പൂസിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. നമ്മൾ അപ്പൂസിൻ്റെ പുതുപുത്തൻ Z1 BS6 Z1 ഇവിടെ സൗണ്ട് വർക്കിന് കൊണ്ടുവന്നിട്ട് വണ്ടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വന്നതാണ്. നമ്മൾ ഒരു 10-25 ആൾക്കാർ നമ്മൾ വന്നിരിക്കണം. നമ്മളിതാ ഷിയാസ് ഖാൻ്റെ നമ്മൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളെ വണ്ടി കിടക്കുന്നതും നമ്മളെ വണ്ടിൻ്റെ സർവീസും കാര്യങ്ങളും നടക്കുന്നതും. ഷിയാസ് ഖാൻ്റെ ഷെഡ് മൊത്തത്തിൽ, അതായത് നമ്മൾ അപ്പൂസിൻ്റെ പുതുവണ്ടിൻ്റെ റിവ്യൂ ആയിക്കാണ്ടും പിന്നെ ഷിയാസ് ഖാൻ്റെ ഷെഡ് ആയിക്കാണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണണം. പിന്നെ ഫസ്റ്റ് ആയിക്കാണ്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒപ്പം കൂടിക്കോളിയും. ഇതുപോലത്തെ കിടിലം വീഡിയോസ് വരും. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ഷെഡ് പോയേക്കാം. ആ കൂടെ നമ്മളെ ചെറുക്കനാണ് കിടക്കുന്നത്. ചെറുക്കനെ കൊണ്ടുപോകാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം 99% പണിക്ക് കഴിഞ്ഞ് ലാസ്റ്റിലെ മിനുക്ക് പണികളാണ്. അപ്പോൾ ഇങ്ങനെ മച്ചന്മാരെ കണ്ടില്ലേ, നമ്മളെ ഡെലിവറി ടൈം ഏകദേശം രാത്രിയായി. വണ്ടി ഫുൾ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഖ്യൻ്റെ ജനങ്ങളുണ്ട്, ഒക്കെ ആവശ്യത്തിലാണ്. വണ്ടി കണ്ട ത്രില്ലിൽ ഇതിൽ റോഡ് കൂടി പോകണമൊക്കെ വണ്ടി എടുത്ത് നോക്കണേ. കണ്ടില്ലേ, നമ്മൾ ഫുൾ ടീമുണ്ട് ഇവിടെ. അപ്പോൾ വണ്ടി ഏകദേശം സെറ്റ് വർക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ മച്ചന്മാരെ കണ്ടില്ലേ, നമ്മളിതാ ഹോഡ് സീറ്റിൽ അങ്ങനെ നമ്മളെ ലാലേട്ടനുണ്ട്. നമ്മളെ ക്യാബിനെ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വർക്ക് എടുത്തിട്ട് നമ്മളിതാ ചൂട് കൊടുക്കാൻ നമ്മൾ പോവല്ലേ, നാട്ടിൽ പോവല്ലേ. വണ്ടി ഡെലിവറി ഇതാ ഷിയാസ്ക ഉണ്ട് നമ്മളെ കൂടെ. ഷിയാസ്ക, എന്താണ് നമ്മളെ സെറ്റ് വർക്ക് നമുക്ക് പറയാനല്ലേ മെയിൻ ആയിട്ട്? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമലായിട്ട് ഹെവി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ തൊട്ട് താഴെയല്ല, ആവറേജ് അല്ലാത്ത രീതിയിൽ നല്ലൊരു വർക്ക്. എല്ലാം കൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഹാപ്പി ആവാൻ പറ്റുന്ന ഒരു വർക്ക്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഫുൾ ഹാപ്പിയാണ്. നമ്മള് ബോസാണ്, അതായത് നമ്മളെ അപ്പൂസിന്റെ ബോസാണ് ഇരിക്കണേ. മൂപ്പര് ആ ചിരി കണ്ടാ അറിയാം ഷിയാസ് ഖാന്റെ വർക്കിൽ മൂപ്പര് 100% ഹാപ്പി ആണെന്നില്ലേ. നമുക്ക് എത്ര ആമ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കണതില്? ഇതിലിപ്പോ നമ്മള് യൂസ് ചെയ്തേക്കുന്നത് മാർസിന്റെ 5 ആമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 ആമ്പ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് SNB ആമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ആമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർസിന്റെ ആമ്പ് നമ്മൾ ഒരു ഡീലർഷിപ്പ് എടുത്തിട്ട് നമുക്ക് വേണ്ടി മാത്രം എടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. സ്പീക്കേഴ്സ് കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഓൺ സ്പീക്കേഴ്സ് ആണ്, ലൈന സ്പീക്കേഴ്സ് ആണ്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഷിയാസ്ക്ക് എന്താണിത്? ലൈറ്റിന്റെ ഒരു ലോകം. ഇത് ഫുള്ള് നമ്മളെ ആ ഒരു ഐഡിയയിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തല്ലേ? അത് ലാൽചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വർക്കാണ്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന്, അതായത് ഇത് പറഞ്ഞിട്ടില്ല. ഫുള്ള് മുതലാളി വണ്ടിന്റെ ഓണർ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിക്ക. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാല് അതുപോലെ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോ എത്ര ഇഞ്ചിന്റെ ടീ ആണത്? ഇത് 43 ഇഞ്ച്. 43 ഇഞ്ച് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിൽ വന്നിക്കണം. പിന്നെ നമ്മളെ നോർമലായിട്ട് എല്ലാ വണ്ടിയിലും കാണുന്ന മാതിരി ചാർജിംഗ് പോർട്ടും കാര്യങ്ങളും ബർത്തിന്റെ അടിയിലുണ്ട് അല്ലേ? ബർത്തിന്റെ അടിയിലുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ലൈറ്റ് ഒറ്റ നോട്ടം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് നമുക്കിത് മാക്സിമം ഈ വണ്ടി നമുക്ക് എത്ര ദിവസം വർക്കിന് നമുക്ക് ടൈം വന്നിക്കണേ? നമുക്ക് ഇത് 30 days ആണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ മഴയും കാര്യങ്ങളും കാരണം പെയിന്റിങ് കാര്യങ്ങളും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് 5 days കൂടി നമ്മൾ കൂടുതൽ ചോദിച്ചു. കസ്റ്റമർ ലാൽചേട്ടൻ അതേപോലത്തെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് ഒരു പ്രോബ്ലം പറഞ്ഞില്ല. ഇന്ന് നമ്മൾ ഡെലിവറി പറഞ്ഞു. ഇന്ന് കറക്റ്റ് ഡേറ്റിൽ തന്നെ നമ്മൾ വണ്ടി കൊടുക്കാൻ പറ്റി. അതിൽ നിങ്ങൾ ഹാപ്പിയാണ്? തീർച്ചയായും. പിന്നെ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് വെറൈറ്റി ആയിക്കാണ് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിക്കണോ? വെറൈറ്റി ആയിട്ട് കൊടുത്തേക്കുന്നത് പുതിയ മുകളിൽ സബ്ബുകളാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഓൺ സബ്ബാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. സബ്ബ് കാണിച്ചു. സ്പീക്കറൊക്കെ ഏതാ വന്നിരിക്കണേ? സ്പീക്കർ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈനർ സ്പീക്കർ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് നമുക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളായിട്ട് കസ്റ്റമൈഡ് ചെയ്ത് വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് ആണ്. പിന്നെ നമ്മുടെ എസിന്റെ അവിടെയൊക്കെ നിയോണിലൊക്കെ ചെയ്തില്ലേ, വൈബ് എന്നൊക്കെ പറയാണ്ട്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് നമുക്ക് നമ്മളെ ഫുഡ് വർക്കിൽ നമുക്ക് പിക്സലും ഇത് വുഡ് വർക്കിൽ നമുക്ക് പെയിന്റിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് പെയിന്റിംഗ് ആണ്, നെയോൺ വർക്ക് ഉണ്ട്, അതുപോലെ ഡോട്ട്ലൈസ് കാര്യങ്ങളുണ്ട്. ഒക്കെ ഒറ്റ ടൈമിൽ പ്രോഗ്രാം ചെയ്ത് കണ്ട് വന്നിക്കാണല്ലേ? രണ്ട് സെഗ്മെന്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തത് തന്നെ നമുക്ക് ഇടാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി നേരെ ബാക്കിക്ക് വരുമ്പോ പഞ്ച് ബോക്സ്. ഇത് എത്ര ഇഞ്ചാണ്? അത്യാവശ്യം വലിയ ബോക്സ് ആണുള്ളത്. ഇത് 15 ഇഞ്ചിന്റെ ബോക്സ് ആണ്. അത് നമ്മുടെ ഓൺ സബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൺ സബ് ഏകദേശം ഒരു 8 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. അത് നമ്മളെ ഐഡിയയിൽ നമ്മൾ ചെയ്തെടുത്തത് അല്ലേ? പിന്നെ ഇവിടെ രണ്ട് ഇതെന്താ സ്പീക്കറാ? അത് സ്പീക്കറാണ് വന്നിരിക്കുന്നത്. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ എന്താ ഈ സബ് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര നമുക്കൊരു കുത്തൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണോ ഫ്രണ്ട് കേൾക്കുന്നത് ഒരേ മോഡലിൽ നമുക്ക് സൗണ്ട് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തത്. 15 ഇഞ്ച് എന്നല്ല പറഞ്ഞത് സബ്? 15 ഇഞ്ച് സബ് ഏതാ നമുക്ക് വരുന്നത്?
സബ് നമ്മുടെ ഓൺ സബ്ബാണ്. ഓൺ സബ്. അതിന് നമ്മളതായിട്ട് പേരും കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടില്ല. പേരും കാര്യങ്ങളും ഷിയാസ് ഓഡിയോസിന്റെ സബ്ബാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമ്മുടെ ഒരു സെഗ്മെന്റ് ബാച്ചിൽ ഒരു 20 സബ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തെടുത്താണ്. ഇനി ഇത് വരുമ്പോൾ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. 8-9 മാസം ഇതിന്റെ ബേസിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ ഓടി പല സ്ഥലത്തോടെ നടന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. പക്ഷെ നമ്മള് പേര് നമുക്ക് തീരുമാനമായിട്ടില്ല. പക്ഷെ നമ്മളെ വൈകാതെ നമ്മൾ പേരിടും. ഓൺ പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ സിയാസ് ഓഡിയോ ആയി. അതേപോലെ തന്നെ സ്പീക്കേഴ്സ് 8 ഇഞ്ച് സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ തന്നെ അല്ലേ. അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് കുറേ നാൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് ഇതില് പണികൾ ഏകദേശം തീർന്നിട്ടില്ല. പണികൾ ഇനിയിപ്പോൾ ബാറ്ററി മാറണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫൈനൽ ട്യൂണിങ് കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ അതുകൊണ്ട് പറ്റിയുള്ള ബാറ്ററി ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഓൾട്ടറേറ്റർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അത്യാവശ്യം ലോഡ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം ഈ ലൈറ്റിനെ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് വേറെ ഒരു ലേസറിന്റെ ആവശ്യത്തിന്റെ ഉള്ളിക്കില്ല അല്ലേ. ഇതിങ്ങനെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് സ്മോക്കർ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഡോർലെസർ കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, സ്മോക്കർ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഡോർലെസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതാകണോ അപ്പൂസ് എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ. നമ്മളെ സിയാസ് ഓഡിയോസിന്റെ ഓല ബാഡ്ജിങ്ങും കാര്യങ്ങളും ഓലതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മച്ചന്മാരെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല വർക്ക് തന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഷിയാസ്കാരെ നമ്മൾ ഒരു 5 മിനിറ്റ് കാരണം പിടിച്ച് നിർത്തിക്കാണ്. ആ ഷിയാസ്ക അത്രയും തിരക്കിലാണ്. ഇപ്പൊ ഒന്നാമത് സീസൺ ആവാൻ അതിന്റെ ഒരു തിരക്കുണ്ടാവില്ലേ ഷിയാസ്ക? തീർച്ചയായിട്ടും. ഇന്നലെ 2 ദിവസം 3 ദിവസം സിയാസ്ക എവിടെയായിരുന്നു? ഞാൻ സുമിത്തിന്റെ അടുത്ത് അവിടെ ആയിരുന്നു. സിയാസ്ക ഉറങ്ങിയിട്ടില്ല. അതിന്റെ ക്ഷീണത സിയാസ്കാരന്റെ മുഖത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് ആണ് പിടിച്ചു നിർത്തിക്കാനാണ് നമ്മളിപ്പോ ഈ വീഡിയോസ് ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ സിയാസ്കാനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കണേ. സിയാസ്ക നമുക്ക് ഇനി വേറെ എന്താ നമുക്ക് മെയിൻ ആയിട്ട് പറയാനല്ലേ? ഇനി നമുക്ക് നമ്മളെ വോക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ രീതിയിൽ നമ്മൾ ഇതാക്കിക്കണല്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മോശം എന്ന് പറയാനൊന്നുമില്ല. സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ ഉള്ളിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓല ഇതിൽ മാനുഫാക്ചറിങ് ചെയ്ത് വരുന്ന സ്പീക്കറും സബ്ബാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. സാധനം അത്യാവശ്യം കാണുന്ന മാതിരി ഒന്നല്ല, നല്ല ഇടിയുണ്ട്. പിന്നെ നമ്മൾ ക്യാബിലോട്ട് വരുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലൈറ്റ് വർക്ക് ചെയ്തിരിക്കണ്. പിന്നെ മെയിനായിട്ട് ഈ തീമാണ്, ഈ അക്രലിക്കിൽ ചെയ്ത തീം. ഇത് ആരുടെ ഐഡിയ ആണ്? നമ്മൾ ഷിയാസ്ഖാന്റെ ഐഡിയ? നമ്മുടെ മാനേജർ ജിതിൽ ജാസ്, മാനേജറുടെ ഐഡിയ ആണല്ലേ. നമ്മുടെ ആംഗ്രി ബേർഡ്സിന്റെ ഓണറാണ്. നമ്മളിപ്പോ മാനേജറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മൂപ്പര തീമിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കണത്. ഇതാ ഇവിടെയുണ്ട്, അതിന് സാമീപയിക്കാണ്ട് തന്നെ അവിടെയുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന നിയോണിൽ അവിടെയും ഡിസൈൻ കൊടുത്തിരിക്കണം. നമ്മളെ മുതലാളി ഭയങ്കര ഹാപ്പിയിലാണ്. ഒന്നാമത് ഇന്ന് വണ്ടി ഇറങ്ങുകയാണ്. ഇനി നമ്മളെ നാട്ടിൽ ചെന്നിട്ട് ഒരു പൊളി പൊളിക്കണ്ടേ? അല്ല കണ്ട് അല്ല. പിന്നെ അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഇനി നാളെ നമ്മളെ ഇതുണ്ടല്ലേ പൂജയും കാര്യങ്ങളൊക്കെ. അതായത് ഇത് ഇവിടുത്തെ ഷിയാസ്കാർക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇവിടുന്ന് തന്നെ മൂപ്പരെ കൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചത്. അവിടെ മാക്സിമം കയറ്റാൻ പറ്റുന്ന ഡിസൈൻ അത്രേ ഉള്ളൂ. കാരണം ആമ്പ് കാര്യങ്ങളൊക്കെ ആ പോർഷനിൽ വരുന്നുണ്ട്, ഈ പോർഷനിൽ ആമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലുണ്ട് മാക്സിമം കാറ്റ് കയറാവുന്ന രീതിയിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് ആമ്പ് കയറാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സർവീസ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം മൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കൂടി നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ മാക്സിമം ഹോൾസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ച് നമ്മള് മെയിൻ ആയിട്ടുള്ള കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളും അതൊക്കെ ഞാൻ ഇവിടെ വന്ന് നോക്കി. ഏകദേശം എല്ലാ വണ്ടിയിലും കയറി വെക്കുമ്പോൾ അവര് വെറൈറ്റിയിൽ നമ്മൾ ഇവിടെ ഉള്ളത് സെറ്റ് ചെയ്തിരിക്കണത്. ഇതിപ്പോ എല്ലാ വണ്ടികൾക്കും ക്യാബിനൊന്ന് പ്ലെയിൻ ആയിക്കോട്ടെ. കാരണം പോകുന്ന ആൾക്കാർക്ക് കിടക്കാനും ഇവിടെ ഒരു ബെഡും കൂടി അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നീട്ടി വെച്ചെടുക്കാം. നമ്മൾ തള്ളിച്ച് ക്യാബിൻ പണിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല. ആകെ നമുക്കൊരു മിക്സർ പിന്നെ ഇരിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വുഡ് ഇട്ടിട്ട് അതിന്റെ മേളിലാണ് നമ്മൾ അക്കലേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ ചാരി ഇരിക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ആ മിക്സറും കാര്യങ്ങളും അത് അവിടെ നമ്മളൊരു സൗണ്ട് യൂണിറ്റ് മിക്സർ, അത് വോക്കൽ സെഗ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ വണ്ടി പോകുന്ന ഡ്രൈവർമാർക്ക് അതിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാബിനിലേക്ക് പാട്ടേക്കാം. നമ്മളെ കമ്പനി സ്പീക്കറാ? അത് നമുക്ക് പൈനിയറിന്റെ സ്പീക്കറാണ്. പൈനിയറിന്റെ അല്ല, ഈ രണ്ടെണ്ണം വന്നിരിക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ് കൊടുക്കുന്ന സ്പീക്കേഴ്സ്. ബാക്കിയൊക്കെ വരുന്ന വോക്കലിന്റെ ആണെന്നുണ്ടെങ്കിലും വോക്കൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ സ്പീക്കേഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഏകദേശം ഒരു 10-15 ദിവസത്തോടുകൂടി അത് ലോഞ്ചിങ് ആവുന്നതാണ്. അടുത്ത വണ്ടിയിലൊക്കെ മാക്സിമം കയറി വണ്ടിയിലേക്ക് ബഡ്ജറ്റ് ഒക്കെ പ്രശ്നമാണ്. കാരണം കോസ്റ്റ്ലി ആണ് സംഭവങ്ങളൊക്കെ. നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരും. അപ്പോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? മാക്സിമം പറ്റുന്ന മാതിരി ഓരോ സെഗ്മെന്റ് ഓരോ കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു സംഗതി നിങ്ങൾ ഐഡിയയിൽ അടിച്ചെടുത്തത് നമ്മളെ അശോക് ലൈലാൻഡിന്റെ വണ്ടിയാണ്. സാധാരണ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ പെട്ടി കാര്യങ്ങളും നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ വണ്ടിയിലും നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാറുണ്ട്. ഫീസിന്റെ പോർഷൻ വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നമുക്കൊരു ഇത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഇരിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾ ഫീസോ കാര്യങ്ങൾ പോകുവാണെങ്കിൽ ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വരുന്ന മാതിരി തന്നെ ഊരിയിട്ട്
നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അതിന്റെ മേളിൽ നമ്മളൊരു കട്ട് അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ മൊത്തത്തിൽ റെക്സിൻ വന്നു കഴിയുമ്പോൾ ആ ഒരു ലെവലിൽ ഇത് നിൽക്കും. പിന്നെ നമ്മൾ കുഷനും വരും. അപ്പോൾ ക്ലീനർക്ക് ഇരിക്കാനും അവർക്ക് ലഗേജ് വെക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അവർക്ക് ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം അതിലുണ്ട്. അതേപോലെ അവിടെ തന്നെ ഫീസ് കാരിയർ വന്നുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അഴിക്കാനുള്ള സൗകര്യത്തിൽ തന്നെയാണ് ആ സാധനം ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇനി മെയിൻ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും ഷിയാസ്ക പോവാണ്. ഷിയാസ്ക ഏതായാലും ഇത്രയും നേരം നമുക്ക് സഹകരിച്ചതിന് നന്ദിയുണ്ട്. പിന്നെ നമ്മളെ ബോസും ഉണ്ട്. ബോസ് ഒന്നും പറയാനില്ല, അതിന്റെ ഹാപ്പിയിലാണ്. ഒന്നും പറയാനില്ല. ആ ചിരി കണ്ട ഞങ്ങൾക്ക് അറിയാം. അതിൻ്റെതായിട്ടുള്ള സന്തോഷത്തിലാണ് നമ്മൾ ബോസ്. അല്ല പിന്നെ അപ്പൊ അങ്ങനെ താങ്കൾ മച്ചന്മാരെ നമ്മളെ ഷിയാസിക്ക് പോയി. ഷിയാസിക്ക് ഒരുപാട് തിരക്കിലാണ്, കാരണം ഇവിടെ ഒരുപാട് വണ്ടി കിടക്കുന്നുണ്ട്. നമ്മളെ ലാലേട്ടനുണ്ടോ? ലാലേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പി. ലാലേട്ടനെ ഹാപ്പിയാണ്. നമ്മക്ക് ഇനി മെയിൻ ആയിട്ട് പറയാന് നമ്മളെ ഗുരുവായൂരിലെ പൂജ അല്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇനിതാ ഗുരുവായൂർ പോവാണ്. അതായത് നമ്മളൊരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാല് എങ്ങനെയാണ് നമുക്ക് അതിൽ ഒരു വണ്ടിക്ക് ഗുരുവായൂർ പൂജയും കാര്യങ്ങളൊക്കെ നടക്കണേ. നമ്മൾ പ്രകാശിന് നേരെ എടുത്തു കൊടുന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞ് ഓൾറെഡി കഴിഞ്ഞ്. എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമ്മള് ഫാൻസി നമ്പറിന് വെയിറ്റ് ചെയ്യല്ലേ? ഫാൻസി നമ്പറിന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി നമ്മളിവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ നേരെ ഇന്ന് ഗുരുവായൂർ പിടിച്ചു. ഗുരുവായൂർ നമ്മള് സ്റ്റേ അടിക്കും. പുലർച്ചയ്ക്ക് നമ്മൾ അവിടുന്ന് പൂജ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നാട്ടിൽ. അപ്പൊ ഇനി ലാലേട്ടാ നമുക്ക് ഇനി ബാക്കി, അതായത് ഷിയാസ് ഓഡിയോസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇനി ഗുരുവായൂരത്തെ പരിപാടി കാണാം അല്ലെ? അപ്പൊ ഇനി രാവിലെ നമ്മൾ വണ്ടിയുമായിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ടില്ല പൂജയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാക്കി രാവിലെ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഗുരുവായൂരില്ല അമ്പലത്തിലെത്തി. ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ല നമ്മളെ പൂജയും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കൂടെ നമ്മളെ പൂജൻ്റെ ലാസ്റ്റ് ഘട്ടമാണിത്. അതായത് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ ലാലേട്ടൻ ഡ്രൈവിംഗ് സീറ്റ് കയറിയിട്ട് ആ കീ വാങ്ങിയിട്ട് വേണം വണ്ടി ഇനി സ്റ്റാർട്ടാക്കാൻ. ഗുരുവായൂരിന്ന് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ചെറുക്കനെയും കൊണ്ട് നേരെ നാട്ടിൽ പോവാണ്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാലേട്ടൻ ഹോട്ട് സീറ്റ് കയറി വണ്ടി റിവേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടം വരെ വരാൻ പറ്റും. ഇവിടെയാണ് നമ്മളെ വണ്ടീൻ്റെ ഒക്കെ പൂജയും കാര്യങ്ങളും നടക്കൽ. പിന്നെ നേരെ നമുക്കിനി ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ആൾക്കാർ റൂമിലുണ്ട്. ഓലൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് നമ്മൾ നേരെ ഇനി നടുപോല്ലേ? ഇനി അതിന് മുന്നേ ചായ കുടിച്ചണം. ചായ നമ്മൾ കുടിച്ചിട്ടില്ല. വെളുപ്പിന് ഇവിടെ എത്തി 4 മണിക്ക് എത്തി. 4 മണിക്ക് നമ്മൾ നേരെ നീച്ച് ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടിയല്ലേ പൂജ കയറ്റി. ഫസ്റ്റ് തന്നെ നമ്മളെ ചെറുക്കനെ പൂജ കയറ്റി. ചെറുക്കതാ പൂജയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ, ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് തിരിച്ച്. പിന്നെ നമ്മൾ ലാലേട്ടനോട് ചോദിച്ചേക്കാം. പോലെ കയറി ചാടി കയറിക്കോ. അല്ലടാ ഹാപ്പി അല്ലേ? പൂജയൊക്കെ കഴിഞ്ഞ് നമ്മളെ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാല് തിരിച്ച് നമ്മള് ഷെഡിക്ക് നാട്ടിലേക്ക് പോവാണ്. അതിന് മുന്നേ നമുക്ക് ഇനി ചാടിക്കട്ടെ. രാവിലത്തെ ചാടിയില്ല, എല്ലാരും ഉണ്ട്. നമ്മള് പൂജ കഴിഞ്ഞപ്പോ കിട്ടിയല്ലേ? ആ ഡോറടച്ചത് ആളുണ്ടോ? അപ്പൊ അങ്ങനെ മച്ചന്മാരെ നമ്മളിതാക്കണം. നമ്മളെ ഗുരുവായൂരിലെ നമ്മളെ വണ്ടിന്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിന്നലെ ഷിയാസിലെ ഓഡിയോസിലേ ഷിയാസ് ഓഡിയോസിൽ നമ്മള് ഫുൾ വർക്ക് കഴിഞ്ഞു. നമ്മളെ ഷിനുവേട്ടനൊക്കെ ഫുൾ ഓണാണ്. ഇന്നലെ മുതൽ മിന്നാന്ന് പോയിക്കുള്ളൂ. നിങ്ങളുടെ മിന്നാന്ന് പോയതാണ് ഷിയാസ് ഓഡിയോസില്. നമ്മൾ ഇന്നലെ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നു. നമ്മളിപ്പോ ഗുരുവായൂരിലെ നമ്മള് രാവിലെ അടുത്തി ഫ്രഷപ്പ് ഒക്കെ ആയി നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി തിരിച്ച് ഷെഡ് പോവല്ലേ? ഷെഡ് പോവാണ്. ഷിനുവേട്ടനാണ് നമ്മളെ ഈ പുത്തൻ വണ്ടിയിൽ, അതായത് നമ്മളെ അപ്പൂസിന്റെ BS6 Z1 ഈ പുത്തൻ വണ്ടിയില് ഡ്രൈവറായി കണ്ട് നമ്മളെ ഹോട്ട് സീറ്റില് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കൂടാരാണ് നിങ്ങളെ കൂടെ? ഷെമി ആളുള്ളിലല്ലേ? ബാക്കിലുണ്ട്, ആള് ബാക്കിലുണ്ട്. അതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുക. ബാക്കിൽ നമുക്ക് നമ്മളെ അപ്പൂസ് ഹോളിഡേസിന്റെ സ്റ്റാഫായി കാണും, നമ്മളെ ബോസായി കാണും, ബോസിന്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ഉള്ളില്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളെ ക്യാബിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. നമ്മളിതാ ചാവക്കാട് കഴിഞ്ഞില്ല? അപ്പൊ ചാവക്കാട് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത് പൊന്നാനി അല്ലേ? പൊന്നാനി നമ്മൾ ഒരേ ഉള്ളിൽ വിടുകയാണ്. അപ്പൊ ഇതാ നമ്മളെ ഷിനോ ചേട്ടന് ഒരേ പൂസലാണ്. നമുക്കിനി ഉള്ളില് നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ലാലേട്ടന് വണ്ടിന്റെ ഓണറായ ലാലേട്ടനൊക്കെ ഉണ്ട്. നമുക്ക് പോലൊക്കെ കാണാം. അപ്പൊ ഇതാക്കണോ ലാലേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പി. നമ്മളിതാ നമ്മളെ പുത്ത വണ്ടി ഇറക്കി ആ ഒരു മൊമെന്റിൽ പൂജയൊക്കെ കഴിഞ്ഞ്
തിരിച്ച് ഇനി നാട്ടിൽ പോകല്ലേ? നാട്ടിലേക്ക് പോകണേ. നമ്മളതാ വണ്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാവരും പരിചയപ്പെടണ്ടേ? അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് തുടങ്ങാം. ഇത് ഇതാരാണ്? നമ്മളെ ഫ്രണ്ടാണ്. പാക്കേജിലൊക്കെ മൊത്തത്തിൽ നമ്മളെ കൂടെ ഓളിനോട് കണ്ട എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അങ്ങനെ എന്താ നമ്മളെ പേരെന്താണ്? മുരളിയേട്ടൻ. നമ്മൾ ഇന്നലെയൊക്കെ പരിചയപ്പെട്ടിനു. പിന്നെ ഇനി അടുത്തത് നമ്മളെ 34 സീറ്റിലെ ക്ലീനറാണ്. നമ്മളെ 34 സീറ്റ് ഉണ്ട്. 34 സീറ്റിലെ ക്ലീനറാണ്. പേര് മാനുവേട്ടൻ. ഇനി അടുത്ത് ഫാമിലി ഉണ്ടല്ലേ നമ്മളെ കൂടെ? ഫാമിലി നമ്മളെ മോള്, ചെറിയ മോള്. ഇതാരാണ്? ഇത് നമ്മളെ ഓഫീസിലെ സ്റ്റാഫാണ്. ഓഫീസിലെ സ്റ്റാഫ്. പേര് ഹരിത. മൂത്താളാണ്. വലിയ മകള്. ഇന്നലെ മുതൽ നമ്മളെ എല്ലാത്തിനും സജീവമായിക്കാണ്ട് കുറച്ച് ആക്റ്റീവ് ആയിക്കാണ്ടുള്ള ഒരാളാണല്ലേ? അതെ. അത് നമ്മളെ ഭാര്യ. അതായത് നമ്മളെ അപ്പൂസ് ഹോളിഡേയ്സിന്റെ, അതായത് നമ്മളെ ഇതുണ്ട് നമ്മളെ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ്. അപ്പൊ ഇനി നോക്കണ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ബാക്കിൽ. ഇതൊക്കെ ആരൊക്കെയാണ്? ഇത് ഷമീം ഈ വണ്ടിയിലെ ക്ലീനറാണ്. ഈ പുത്തൻ വണ്ടിയിലെ ക്ലീനർ. പിന്നെ ആദിത്യൻ നമ്മളെ ഓഫീസ് സ്റ്റാഫാണ്. പാക്കേജ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള്. പാർട്ണറാണ്. ഇത് അളിയനാണ്. വൈഫിന്റെ ആങ്ങള. നിങ്ങളെ ആങ്ങളാണല്ലേ? അതെ. മിഥുൻ. ഇത് നമ്മളെ ഓൾ ഇൻ ഓൾ ആൻഡ് സാരഥി. നമ്മളെ പരപ്പനങ്ങാടിൽ ഒന്ന് ചോദിച്ചാല് എല്ലാരും പറയുന്ന ഒരു പേര്. അതെ, നാഫിക. ഇനി ഇതാരാണ്? ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. നമ്മളെ പാക്കേജ് കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? നമ്മളൊരു ടീം വർക്കാണ് മൊത്തത്തില്. ഇത് അഫ്രി. എല്ലാരും പരപ്പനങ്ങാടിക്കാരാണ്. നമ്മള് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ഇതൊക്കെ നമ്മളെ അപ്പൂസിന്റെ നമ്മളെ ടീം വർക്കാണല്ലേ? ഒരു ഫാമിലി തന്നെയാണ് നമ്മൾ മൊത്തത്തില് വണ്ടിയിലില്ലേ. നമ്മള് ഇന്നലെ പോകുന്നു. ഇന്നലെ നമ്മള് ഷിയാസ് ഖാന്റെ അടുത്തൊക്കെ നമ്മൾ ഇന്നലെ പോയി. അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ എത്തി, ഫ്രഷപ്പായി, നല്ലൊരു പൂജയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇത് നമ്മളൊരു തുടക്കമാണ്, പുത്തൻവണ്ടിന്റെ ഒരു തുടക്കമാണ്. അപ്പൊ നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും വേണം. കാരണം ഈ ഒരു പ്രസ്ഥാനം നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓഡിയൻസ് തന്നെയാണ് മെയിൻ ആയിട്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് അറ്റം വരെ വേണമെങ്കിലും എത്തും. അപ്പൊ ഇതൊരു തുടക്കമാണ്, നിങ്ങളെ മെയിൻ സപ്പോർട്ടും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇന്ന് രാവിലെ ഒരു സംഗതി ഉണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ലാലേട്ടന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു മൂവ്മെന്റ് തന്ന്. ആ മൂവ്മെന്റ് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ? നമ്മള് അൺഎക്സ്പെക്റ്റഡ് ആയിക്കാണ്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടിയോണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ഇതെങ്ങനെ നിങ്ങളെ സംഘടിപ്പിച്ച്. നമ്മളെ മനസ്സിൽ നമ്മളെ കുടുംബത്തിലേക്ക് ഒരാള് വന്ന് ചേരുമ്പോ അയാളുടെ ഇഷ്ടം എന്താണോ എന്നറിയാൻ ഒരു സ്നേഹോപകാരം, നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഒട്ടും കരുതിയില്ല. കാരണം പെട്ടെന്നാണ് പെട്ടെന്ന് വണ്ടിൻ്റെ ഉള്ളിൽ സംഗതി സെറ്റാക്കി. ഇന്ന് രാവിലെ പൂജ കഴിഞ്ഞിട്ടാണ് ഈ സാധനം നമുക്ക് കിട്ടിയത്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളെ അപ്പൂസിന്റെ കൂടെ നമ്മൾ വരുന്നത്. അത് നമ്മൾ മറക്കാതിരിക്കല്ല, ഇനി മുതൽ നമ്മളെ കുടുംബത്തിലാ. അതെ, നമ്മൾ ഓരോ വണ്ടിയും വീടെടുക്കാൻ പോകുമ്പോൾ അതൊക്കെ നമ്മളൊരു കുടുംബമായിരിക്കാണ്. അതുപോലെ നമ്മളെ ലാലേട്ടൻ നമുക്കും വേണ്ടി ഒരു മൂവ്മെന്റ് തന്നതാണ്. എന്തായാലും സംഗതി അടിപൊളിയായിക്കണ്. അപ്പൊ ഇനി മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് ഒരു തുടക്കമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ഈ പുത്തൻ ചെറുക്കൻ്റെ, അത് ഈ പുത്തൻകൊമ്പൻ്റെ ഫുള്ള് കിഡിലും ട്രിപ്പ് ചെയ്യേണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വരും. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണാനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ അപ്പൂസ് ഹോളിഡേയ്സിൻ്റെ പരമാവധി നിങ്ങൾ കൊണ്ട് പറ്റുന്നിടത്തോളം സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഏതായാലും കിഡിലും വീഡിയോസ് ഒക്കെ ഉണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കാണും. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചാണ്ട് ഒപ്പം കൂടിക്കോളി.